ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഇന്നും ഉമ്മ വീട്ടിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ ആയി വീഡിയോ ചെയ്തിട്ട്. എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ മാറി ഓക്കെ ആയിട്ടുണ്ട്. എന്നാലും സൗണ്ടിനൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഒരു ഉമ്മ പറഞ്ഞ് കറിയൊക്കെ ഒന്ന് വെക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് വീഡിയോ എടുക്കാം, കുറച്ചായി ഇട്ടിട്ടു എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ എടുത്തോ വീഡിയോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഉമ്മയുടെ രീതിയിലാണ് കേട്ടോ വെക്കുന്നത്. ഞാൻ എൻ്റെ രീതിയിൽ പല ഇതിലുമാണല്ലോ വെക്കുന്നത്. അപ്പോൾ ഇത് ഉമ്മ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ഉമ്മച്ചി എടുത്തിരിക്കുന്നത് തക്കാളി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ പച്ചമുളകും ഉള്ളിയും എല്ലാം ഇതേപോലെ ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഉമ്മിയിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചതച്ച് കൊടുക്കാം. എന്നിട്ട് കറിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ വെളുത്തുള്ളിയാണ് കേട്ടോ, വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ്. നമ്മൾ വിനാഗിരി പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അരച്ച് വെച്ചതാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. പിന്നെ അതുപോലെ ഇഞ്ചി ഇതേപോലെ ചതച്ചിട്ട് ഇങ്ങനെ ഉമ്മിച്ച് ഇങ്ങനെ ചെയ്ത് വെക്കാറുണ്ട് ഫ്രിഡ്ജിൽ. അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതിയല്ലോ. ഇപ്പം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ എരിവുള്ള മുളക് പൊടിയാണ് ഒരു 2.5 സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇതേപോലെ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ. ഈ ഒരു കറിക്ക് തന്നെ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാറുള്ളതാണ്. വീട്ടിലൊക്കെ പോയി ഇതേപോലെ ഉമ്മയും ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഇതേപോലെയൊക്കെ വെക്കാറുണ്ട്. എന്നിട്ട് അല്പം കറിവേപ്പിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ 3-4 കുടംപുളി ഇങ്ങനെ കഴുകിയിട്ട് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. തീ കത്തിച്ചിട്ട് അടുപ്പത്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് പാകത്തിനൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നോക്കുക എങ്ങനെയാണ് വേണ്ട രീതിയിൽ. ഒരുപാട് വെള്ളം പോലെ ആയാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പം കറി തിളക്കണ ടൈം കൊണ്ട് തന്നെ ഉമ്മ പാത്രമൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കറിയൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ആ വെളിച്ചെണ്ണയുടെയും ആ മുളക് പൊടിയുടെ ഒക്കെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ചെറിയൊരു കോരമീൻ പോലത്തതാണ് കേട്ടോ. ബാക്കിയുള്ള സ്ഥലത്ത് എന്താണ് ഇതിനെ പറയണമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇങ്ങനെ കുട്ടൻ കോര എന്നൊക്കെയാണ് പറയണത്. നാട്ടുമ്പുറത്തൊക്കെ ചെറിയ മീനുകൾ പല വക മീനുകൾ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പിന്നെ ഈ മീനൊരു കാര്യമുണ്ട്, ഇങ്ങനെ ഉപ്പും പുളിയും പിടിക്കാത്ത മീനാന്ന് പറയാറുണ്ട് കേട്ടോ ചില ആൾക്കാർ. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മീനാണിത്. ഭയങ്കര ഇഷ്ടപ്പെട്ട മീനാണ്. അപ്പം ഞാൻ ചെന്ന അന്നാണ് ഈ മീനും കിട്ടിയത്. അപ്പോൾ ഈ കറിയൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇങ്ങനെ നുള്ളിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കറിയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മിയൊരു സ്പെഷ്യലാണ് ഉണ്ടാക്കുന്നത്. അതായത് ചെമ്മീനും ഉരുളക്കിഴങ്ങും ഇട്ട് വെച്ചൊരു മുളകിട്ടൊരു സംഭവമാണ്. അതപ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. ഞങ്ങളിങ്ങനെ പോകുമ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരാറുണ്ട്. അപ്പോൾ ഇതേപോലെ ഉള്ളിയും മുളകും കൂടെ ചതച്ചിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ അല്പം വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെമ്മീനായതുകൊണ്ടിട്ട് നമുക്ക് ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നം വന്നുകൊണ്ടാണ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഫുള്ളായിട്ട് ഞാൻ വലുതായിട്ട് എടുത്തിട്ടില്ല, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ് കേട്ടോ.
കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ചെമ്മീനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ചെറിയ ചെമ്മീനാണ്, വലിയ ചെമ്മീൻ അത്ര ടേസ്റ്റ് തോന്നിക്കില്ല. ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ചെറിയ ചെമ്മീനൊക്കെയാണ് ഇഷ്ടം. അപ്പം ചെമ്മീനൊക്കെ അതിലേക്ക് പിഴിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് അല്പം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റാം. എന്നിട്ട് ഒരു 2 ചെറിയ ഉരുളക്കിഴങ്ങാണ്, അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഒന്ന് കഴുകി പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം അതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടായിരുന്നു അത് കഴുകിയിട്ട് പിഴിഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലില്ലേ നമുക്ക് നല്ല ഒരു ടേസ്റ്റ് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് ലഞ്ചിനൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഇതുപോലെ ചെമ്മീൻ ഒലത്തൊക്കെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇങ്ങനെയൊക്കെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഉമ്മയുടെ സ്പെഷ്യലാണ് കേട്ടോ. ഇപ്പം മീൻ കറി ആണെങ്കിലും ചെമ്മീൻ ഇപ്പം ഇതേപോലെ ചെയ്യുന്നതാണെങ്കിലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ചോറ് കഴിക്കാനൊക്കെ ആയിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞാൽ ഫുഡ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫുഡൊക്കെ ആയല്ലോ. അപ്പോൾ ഞങ്ങൾ കഴിക്കാനിരുന്നു കേട്ടോ. അപ്പം ഞാനും ഉമ്മിച്ചിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചോറൊക്കെ തിന്നതിന് അപ്പോൾ ടി വി ഒക്കെ കണ്ടിരുന്ന് പിന്നെ ഒരു പൂച്ച സാറും വന്നിരിക്കുന്നുണ്ട് കേട്ടോ.